നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിയെ നേരിൽ കാണുന്നത്. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, പിണറായി വിജയൻ്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം നാളെ ഇഡിയെ കൊണ്ട്. അപ്പോൾ ഉടനെ മോഡി അപ്പം തന്നെ ഫോണെടുത്ത് കുത്തി. എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ സതീശൻ വന്നിട്ട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ നാളെ രാവിലെ കംപ്ലീറ്റ് സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് പോരാ, 12 സ്ഥലത്ത് ചെയ്യണം. ആ സതീശൻ പറഞ്ഞേക്കണത് 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യാനാണ് പറഞ്ഞേക്കണം. അങ്ങനെ 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യും. ഇത് മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ വരെ വന്ന് പത്രക്കാരോട് പറയുകയാണ്. ഞാൻ ചിരിക്കണോ അല്ലെ കരയണം? ഇത് കേട്ടിട്ട് നിങ്ങളൊന്ന് ആലോചിക്കും. നരേന്ദ്രമോദി ആദ്യമായിട്ട് കണ്ട് മുഖ്യമന്ത്രിയായിട്ട് കാണാൻ പോയപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന അദ്ദേഹത്തിന് വീട് റെയ്ഡ് ചെയ്യണമെന്ന് ഞാൻ പിണറായി വിജയൻ ഇതൊന്നും പറയില്ല കേട്ടോ. അദ്ദേഹം അങ്ങനെയൊന്നും പറയില്ല. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് എനിക്കൊരു റേറ്റിംഗ് ഉണ്ട്. 2 ദിവസം വി ഡി സതീശൻ്റെ വായിൽ നാക്കില്ലായിരുന്നു എങ്കിലും ഒടുവിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ തയ്യാറായി. പക്ഷേ അത് ഇടതുപക്ഷത്തിനെ പരിഹസിക്കുന്ന രീതിയിലാണ്. അതെ, ഞാൻ തന്നെയാണ് നരേന്ദ്രമോദിയെ കണ്ടപ്പോൾ, അദ്ദേഹം ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്, കണ്ടപ്പോൾ നാളെ തന്നെ പിണറായി വിജയനെ റെയ്ഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ഒരു സ്ഥലത്തല്ല ഏതാണ്ട് പല സ്ഥലത്തായിട്ട് റെയ്ഡ് വേണമെന്ന് ആവശ്യപ്പെട്ടതിന് പ്രകാരം നരേന്ദ്രമോദി ചെയ്യിച്ചാണ് എന്ന തരത്തിൽ അദ്ദേഹം പരിഹസിച്ച് ചിരിക്കുകയാണ് ചെയ്തത്. ഇത് പരിഹാസമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടോ എന്നത് ഒരു പഠന വിഷയമാണ്. കോൺഗ്രസ്സുകാർ പരിഹസിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ആ റെയ്ഡ് നടക്കുന്ന സമയത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കമ്മികൾ റോഡിലിറങ്ങിയിട്ട് ED, VD, മോഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാസം ഒപ്പിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. മോദി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇനി എന്തോന്ന് തകർക്കാൻ? തകർന്ന് തരിപ്പണമായി വെറും 26 MLA-മാരുമായിട്ട് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എന്തോന്ന് ഇനി തകർക്കാൻ? നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടി എന്താണെന്ന് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് കേരളമല്ല, അതൊരു 28 സംസ്ഥാനങ്ങളും അതേപോലെ തന്നെ 5-6 കേന്ദ്രഭരണ പ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ പ്രദേശമാണ്. അതിൽ തുടർച്ചയായിട്ട് 3ാമത് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് BJP, നരേന്ദ്രമോദി. അദ്ദേഹത്തിന് 100 കൂട്ടം കാര്യങ്ങൾ വേറെയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഇട്ടാവട്ടത്ത് കിടക്കുന്ന ഒരു ഈർക്കിൽ പാർട്ടി, ഒരു പ്രാദേശിക പാർട്ടി. നിങ്ങളുടെ ശക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രമുഖ പാർട്ടികളെ നിങ്ങളൊന്ന് എടുത്തു നോക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ 10 പ്രമുഖ പാർട്ടി എടുത്താൽ നിങ്ങളുടെ പാർട്ടി അതിനകത്തില്ല. സത്യമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ നോക്കിക്കോളൂ. അത് DMK-യുടെ അത്രയും ശക്തിയില്ലാത്ത, TMC-യുടെ അത്രയും ശക്തിയില്ലാത്ത, SPD-യോ അല്ലെങ്കിൽ BSPD ഒന്നും അത്രയും ശക്തിയില്ലാത്ത, അതിലുമൊക്കെ താഴെ കിടക്കുന്നൊരു പാർട്ടിയാണ് CPIM എന്ന് പറഞ്ഞ ഈ പാർട്ടി. CPIM-ൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ CPI-യുടെ അവസ്ഥ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു പാർട്ടി നിലവിൽ തന്നെ തകർന്ന് തരിപ്പണമായിരിക്കുമ്പോൾ അതിനെ ഇനി എന്തോന്ന് തകർക്കാനാണ്? നേരത്തെ ആണെങ്കിൽ ഇവർ അമേരിക്ക, CIA എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ പ്രാസം ഒപ്പിച്ച് ED, VD, മോഡി എന്നൊക്കെ പറയുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നിങ്ങളിൽ പലർക്കും ഇപ്പോഴും നിങ്ങൾ തന്നെയാണ് ഭരിക്കുന്നത് എന്നൊരു ബോധ്യത്തിലാണ് നിങ്ങൾ നടക്കുന്നത്. നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ തോറ്റെന്നും അത് കനത്തൊരു പരാജയമായിരുന്നു എന്നുള്ള ബോധം അല്ലെങ്കിൽ നേരം വെളുത്തിട്ടില്ല നിങ്ങളിൽ പലർക്കും. കഴിഞ്ഞ ദിവസം ബ്രിട്ടാസ് അടക്കമുള്ള ആളുകൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എന്ന് 2-3 ആവർത്തി പറയുന്നത് കേട്ടു. VN വാസവൻ എന്ന് പറഞ്ഞ ആൾ മുൻ മന്ത്രിയായിരുന്നു, അയാളും തോറ്റതാണ്. ആ മനുഷ്യൻ കൂടി പറയുന്നു നിലവിലെ ഇടതു സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി. ഏത് ഇടതു സർക്കാർ? നിലവിൽ ഏത് ഇടതു സർക്കാരാണുള്ളത്? ശിവൻകുട്ടിയും അതുപോലെ തന്നെ പറയുന്നു. അങ്ങനെ പല നേതാക്കളുടെ വായിൽ നിന്നും ഇപ്പോഴും പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നത് എന്ന ഒരു ധാരണയാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ, നിങ്ങൾ അതിദയനീയമായ രീതിയിൽ തോറ്റു. CPM എന്ന പാർട്ടിക്ക് മുസ്ലിം ലീഗ് എന്ന പാർട്ടി പിടിച്ച ആ MLA-മാർ, അതായത് 22 പേര് അവർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേവലം 26 ഉള്ളൂ. വെറും 4 MLA-മാരുടെ വ്യത്യാസം മാത്രമേ അവിടെ ഉള്ളൂ. ഇനി BJP ആയിട്ട് നോക്കിയാൽ BJPക്ക് കേരളത്തിൽ ഒരു ലോകസഭാ MP ഉണ്ട്, തൃശ്ശൂരിൽ സുരേഷ് ഗോപിയാണ്. നിങ്ങൾക്കും ഒന്നേ ഉള്ളൂ, ഒറ്റ എണ്ണം. ഇനി നിങ്ങൾ എത്ര കോർപ്പറേഷൻ ഭരിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കോർപ്പറേഷനാണ് ഇടതുപക്ഷം ഭരിക്കുന്നത്. ഒരു കോർപ്പറേഷൻ ഇവിടെ BJPയും ഭരിക്കുന്നുള്ളൂ. അപ്പോൾ MP-മാരുടെ എണ്ണത്തിൽ, കോർപ്പറേഷൻ്റെ എണ്ണത്തിലൊക്കെ BJP ആയിട്ട് തുല്യമാണ്. ആകെ വ്യത്യാസം MLA-മാരുടെ എണ്ണത്തിൽ മാത്രമാണ്. പക്ഷേ അതിൽ വലിയ കാര്യവും കഥയും ഒന്നുമില്ല. നിങ്ങൾക്ക് കേന്ദ്രത്തിലോ സംസ്ഥാനത്തോ നിലവിൽ യാതൊരു അധികാര കേന്ദ്രങ്ങളുമില്ല. പക്ഷേ ആ ബോധ്യം നിങ്ങൾക്കില്ല. നിങ്ങളുടെ കയ്യിലാണ് ഇപ്പോഴും ഇന്ത്യയുടെ എന്തൊക്കെയോ നിയന്ത്രണം എന്നുള്ള ധാരണയിലാണ് ED-യെ ആക്രമിക്കാൻ ഒരുങ്ങുന്നതും ഖോ വിളിക്കുന്നതൊക്കെ. അതിൻ്റെ ഫലമായി ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകളുണ്ടല്ലോ, ഇതൊന്നും നിങ്ങൾ മുമ്പ് ഈ രാഷ്ട്രീയ സംഘടനകളൊക്കെ നടക്കുമ്പോൾ ഇടതും വലതും കൂടെ ചേർന്ന് ഒത്തുതീർപ്പ് ഉണ്ടാക്കി ജാമ്യത്തിലിറക്കി അല്ലെങ്കിൽ ജയിലിൽ നിന്ന് പരോളൊക്കെ ഇറക്കി കൊണ്ടുപോകുന്ന ചില ഏർപ്പാടുണ്ടല്ലോ, അതൊന്നും ചിലവാകാത്ത ഒരു കേസുകെട്ട് നൂലാമാലകളാണ് നിങ്ങൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു പരിപാടി നടക്കില്ല. കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര ഏജൻസിയിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെയാണ് നിങ്ങൾ തടഞ്ഞ് ആക്രമിച്ചത്. വധശ്രമത്തിൽ കുറഞ്ഞ യാതൊരു കേസിലും അത് നിൽക്കില്ല. കുറേ കാലം അതുമായിട്ട് ഓടേണ്ടി വരും. ഈ കേസിൽ ഉൾപ്പെട്ട ആളുകളെല്ലാം ഒരേ സമയത്ത് തന്നെ കേസ് വിളിക്കുമ്പോൾ അവിടെ ഹാജരാവണം. കുറച്ച് പേര് ചെന്ന് കുറച്ച് പേര് ചെന്നില്ല എങ്കിൽ കേസ് ഇങ്ങനെ നീണ്ടു പോകും.
കുറേ ഓടേണ്ടി വരും, ഒരുപാട് കാശ് ചിലവാക്കേണ്ടി വരും. ഈ കേസ് ഇവിടെ തന്നെ വാദവും പ്രതിവാദവും നടക്കണമെന്നില്ല. ഒരുപക്ഷെ അവർക്ക് മറ്റൊരു കോടതി, കേരളത്തിന് വെളിയിൽ മറ്റൊരു സംസ്ഥാനത്താണ് ആ കോടതി സ്ഥാപിച്ചിട്ട് അവിടെയായിരിക്കും ഒരുപക്ഷെ ഈ വാദപ്രതിവാദം നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടി വരും. ശിഷ്ടകാലം ഓടി 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 ഊപ്പാട് വരുമ്പോൾ അപ്പോഴൊക്കെ ഈ കാണിച്ച പോക്കൃത്തരമോർത്ത് നിങ്ങൾ നെഞ്ചുരുകി ശരിക്കും സ്വയം ശപിക്കും. വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ശപിക്കും. കാര്യം നിങ്ങളെക്കാൾ കൊടികെട്ടിയ ഗുണ്ടയായ ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറഞ്ഞ TMCയുടെ ഒരു കൊടൂര ഗുണ്ടയുണ്ടായിരുന്നു. അയാളുടെ സാമ്രാജ്യം പോലെയാണ് ചില മണ്ഡലങ്ങൾ അയാൾ കാൽക്കീഴിലാക്കി ഭരിച്ചുകൊണ്ടിരുന്നത്. അയാൾ പക്ഷേ വലിയൊരു അബദ്ധം കാണിച്ചു. 2024 ED ഉദ്യോഗസ്ഥരെ അയാളും അയാളുടെ കൂട്ടാളികളും ചേർന്ന് വളരെ മൃഗീയമായ രീതിയിൽ ആക്രമിച്ചു. അയാൾ അതിനുശേഷം CBI ആ കേസ് അന്വേഷിച്ചു. ഇയാളെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി അകത്താക്കിയതിന് ശേഷം, ഓർക്കുക, ശിക്ഷ കിട്ടിയിട്ടില്ല, ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അയാൾക്ക് ജാമ്യം കിട്ടിയിട്ടില്ല. 2 വർഷം കഴിഞ്ഞു, ജാമ്യം കിട്ടിയിട്ടില്ല. ഏതാണ്ട് 818 ദിവസമായിട്ട് ജാമ്യമില്ലാതെ അയാൾ അകത്താണ് കിടക്കുന്നത്. ബംഗാൾ എന്ന് പറഞ്ഞ സംസ്ഥാനത്തിന് 42 MP-മാരുണ്ട്. കേരളത്തിന് വെറും 20 MP-മാരാണുള്ളത്. അവിടെ കേരളത്തിൻ്റെ ഇരട്ടിയോളം MLA-മാരുമുണ്ട്. അങ്ങനെ ഒരു സംസ്ഥാനം കഴിഞ്ഞ 3 തവണയായിട്ട് അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന മമതാ ബാനർജിയുടെ ആ പാർട്ടിയിലുള്ള കൊടൂര ഗുണ്ടയായിട്ടുള്ള ഒരുത്തൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ, ഇവിടെ ഭരണം പോലും ഇല്ലാതെ വെറും 26 MLA-മാരുമായിട്ട് ആരുടെയൊക്കെയോ ദയാദാക്ഷിണ്യം കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന ഈ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകളുടെയൊക്കെ കാര്യം കണ്ടു തന്നെ അറിയണം. അതിൻ്റെ കൂടെ ഒന്നേ പറയാനുള്ളൂ നിങ്ങളോട്, നിങ്ങളുടെ പാർട്ടിയെ തകർക്കാൻ വേണ്ടി നരേന്ദ്രമോദിയാണ് EDയെ കൊണ്ട് റെയ്ഡ് ചെയ്യിക്കുന്നത് എന്ന ആ തമാശ ഉണ്ടല്ലോ, അത് നിങ്ങൾ നിർത്തുക. മുൻപൊക്കെ അമേരിക്കയാണ്, CIA ആണ് എന്നൊക്കെ പറയും. ഇവിടെ ഒരു റെയ്ഡ് നടന്ന കാര്യം ഒരുപക്ഷെ നരേന്ദ്രമോദി അറിയണമെന്നില്ല. അത് പറയാനുള്ള കാരണം, ഈ ED എന്ന ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അമിത്ഷായും അതേപോലെ തന്നെ നിർമ്മല സീതാരാമനുമാണ്. ഒന്ന് ആഭ്യന്തരമന്ത്രിയും ഒന്ന് ധനകാര്യമന്ത്രിയുമാണ്. ഈ വകുപ്പിൻ്റെ നിയന്ത്രണം നരേന്ദ്രമോദിക്കൊന്നുമല്ല, അമിത്ഷാ കൈകാര്യം ചെയ്യുന്നതിനാൽ നരേന്ദ്രമോദി ഒരുപക്ഷെ അതിലേക്ക് ഇടപെടുക പോലുമില്ല. പിന്നെ ഈ ചീല് കേസിനൊക്കെ ഇടപെടാൻ വേണ്ടി നരേന്ദ്രമോദി അവിടെ പണിയില്ലാതെ ചൊറിയും കുത്തിയിരിക്കുന്ന ആളാണെന്നാണോ കരുതിയത്? ദയവ് ചെയ്ത് ഇനിയെങ്കിലും ബാനറും ഫ്ലെക്സും ഒക്കെ അടിക്കുമ്പോൾ ED, VD, മോഡി എന്നൊക്കെ പറഞ്ഞ് അടിച്ച് സ്വയം അപഹാസ്യരാവരുത് എന്ന് നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾ ആരാണ്, എന്താണ് എന്നൊക്കെ ഇന്ന് കൃത്യമായിട്ടും മലയാളിക്കറിയാം.